ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഞങ്ങളിന്ന് നാട്ടിൽ പോകാം കേട്ടോ. ഞങ്ങൾ ബാംഗ്ലൂരാണ് സ്റ്റേ ചെയ്യുന്നത്. ഞാനും എൻ്റെ മോനും കൂടെ ആയിട്ടോ നാട്ടിൽ പോകുന്നത്. ഞാൻ ടീച്ചറായിട്ട് വർക്ക് ചെയ്യുമായിരുന്നു. ഒരു 5 months ലീവായിരുന്നു. ഇനി ഒക്ടോബറിൽ തിരിച്ച് ജോയിൻ ചെയ്യണം. അപ്പം ഇനി ഒരു മാസം കൂടെ ഉള്ളൂ. അപ്പോൾ ഒരു മാസം നാട്ടിൽ പോയി നിൽക്കാമെന്ന് വിചാരിച്ചു കേട്ടോ. ഡെലിവറി കഴിഞ്ഞിട്ട് ഞാൻ ആദ്യമായിട്ടാട്ടോ ഇപ്പം ഒരു മാസം ഒരു നീണ്ട വെക്കേഷന് പോകുന്നത്. ബൈക്കിനായിരുന്നു. ഞാൻ എൻ്റെ ഹസ്ബൻഡ് എന്നെ ഡ്രോപ്പ് ചെയ്യുമായിരുന്നു കേട്ടോ. മോന് ഭയങ്കര ഹാപ്പിയാണ് ബൈക്കിലൊക്കെ ട്രാവൽ ചെയ്യാൻ വേണ്ടിയിട്ട്. ഞങ്ങളിപ്പോൾ MG റോഡ് എത്തി. ഞങ്ങൾ സ്റ്റേ ചെയ്യുന്ന SK ഗാർഡനാണ് ബാംഗ്ലൂർ. MG റോഡ് എത്തി. നല്ല ട്രാഫിക് ഉണ്ട്, കാരണം ഇന്ന് വെള്ളിയാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും നാട്ടിൽ പോകുന്നതിൻ്റെ ആ ഒരു ഇതൊക്കെ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞങ്ങൾ 6 മണിയൊക്കെ ആകുമ്പോൾ വീട്ടിൽ ഇറങ്ങി. ഒരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും 1 മണിക്കൂർ കൊണ്ട് മടിവാള ഞങ്ങൾ റീച്ചായി കേട്ടോ. പിന്നെ അവിടെ റീച്ചായി കുറച്ച് ഷോപ്പിങ്ങും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. വീട്ടിലേക്ക് കുറച്ച് സാധനങ്ങളൊക്കെ മേടിക്കണമായിരുന്നു. മോനെ അവിടെ വന്നപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. ഞങ്ങൾ സ്ഥിരം കയറുന്നൊരു കടയുണ്ട് കേട്ടോ. അപ്പോൾ അവിടെ ഒത്തിരി കാറും വണ്ടികളൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ കണ്ടാൽ ഭയങ്കര എക്സൈറ്റഡ് ആയിരുന്നു. അതൊക്കെ മേടിച്ച് പിന്നെ ഞങ്ങൾ പിസ്സ ഹട്ടിലേക്കാണ് പോയത്. അപ്പോൾ മോന് ഞാൻ എഗ് ദോശ എടുത്തിട്ടുണ്ടായിരുന്നു. അവൻ പിസ്സയൊന്നും കഴിക്കാറില്ല. അപ്പോൾ ഞാൻ അവന് അത് കൊടുത്തു. അവനത് കഴിച്ചു. അതിപ്പോഴത്തേക്ക് എൻ്റെ ചേട്ടൻ വന്നിട്ടുണ്ടായിരുന്നു. ചേട്ടനും ബാംഗ്ലൂരാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞങ്ങൾ ഒരുമിച്ചാട്ടോ നാട്ടിൽ പോകുന്നത്. അപ്പം ചേട്ടനെ കണ്ടപ്പോൾ അവനൊന്ന് കറങ്ങിയിട്ട് വന്നു. അവൻ ഭയങ്കര ഹാപ്പിയായി. എന്തൊക്കെയോ ചോക്ലേറ്റ്സും അതും ഇതൊക്കെ മേടിച്ച് കറങ്ങിയിട്ട് വന്നു കേട്ടോ. പിന്നെ നമ്മൾ മിറർ കണ്ട എപ്പോൾ വേണമെങ്കിലും സെൽഫി എടുക്കുമല്ലോ. അപ്പം ഞാൻ ചുമ്മാ മിററിലേക്ക് നോക്കിയത്. എൻ്റെ ഔട്ട്ഫിറ്റ് എനിക്ക് തന്നെ കണ്ടപ്പോൾ തന്നെ ഭയങ്കരമായിട്ട് വണ്ണം വെച്ചോളൂ തോന്നി കേട്ടോ. ഈ ഒരു ഡ്രസ്സ് ഇട്ടിട്ട്, അത് ആ ഹുഡീസ് ഇട്ടിട്ടാണെന്ന് തോന്നുന്നു. പിന്നെ ഞങ്ങൾ ഭയങ്കര മഴയാട്ടോ. ഞങ്ങളപ്പോൾ ബസ് നോക്കി നിൽക്കുവാണ്. അതിൻ്റെ ഇടയ്ക്ക് അവന് ബസ്സിൽ കയറാൻ വേണ്ടിയിട്ട് ഭയങ്കര വഴക്കായിരുന്നു. പിന്നെ നമ്മുടെ ബസ് വന്നില്ല, 9 മണിക്കായിരുന്നു നമ്മുടെ ബസ്. അപ്പോൾ ബസ്സിൽ കയറാൻ ഭയങ്കര വഴക്കായിരുന്നു. ഞങ്ങൾ പോകുന്നത് രുക്മ ട്രാവൽസിലാട്ടോ. നല്ല ട്രാവൽസാണ്, നല്ല ബസ്സാണ്. പക്ഷേ എന്താണ് ഒരു കുറവെന്ന് പറയാൻ വിചാരിച്ചാൽ അവർക്ക് ഓഫീസില്ല. അപ്പോൾ ഞങ്ങൾ ബസ് കാത്തൊരു കടയുടെ മുമ്പിൽ നിൽക്കണമായിരുന്നു. പിന്നെ ബസ് വന്നപ്പോൾ അവന് ഭയങ്കര ഹാപ്പിയായി. അവൻ്റെ ഡാഡയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞു. ഞങ്ങൾ ബസ്സിൽ കയറി. അവൻ ബസ്സിൽ കയറിയാൽ പിന്നെ സെറ്റാട്ടോ. അവന് ചെറുപ്പം തൊട്ടേ ഞങ്ങൾ ട്രാവൽ ചെയ്യുന്നതുകൊണ്ട് അവന് ട്രാവൽ സിക്നസ് ഒന്നുമില്ല. പിന്നെ കാറൊക്കെ ഒരു സൈഡിൽ വെച്ച് ആൾ കാഴ്ചയൊക്കെ കണ്ട് ഇങ്ങനെ ഡാഡയ്ക്ക് ടാറ്റയൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഇരിക്കുക കേട്ടോ. അപ്പോൾ ഞങ്ങൾക്ക് നല്ല കുറച്ച് നേരമൊക്കെ കളിച്ച് കഴിഞ്ഞാൽ അവൻ കിടന്ന് ഉറങ്ങിക്കോളും. ഭയങ്കര ഹാപ്പിയാണ്. ബസ്സിൽ കയറി ഇരുന്ന ഉടനെ ഷൂ ഒക്കെ ഊരി, അവൻ്റെ ജാക്കറ്റൊക്കെ അവൻ ഊരി കളഞ്ഞു. പിന്നെ കാറൊക്കെ കണ്ട് പുള്ളി അവിടെ കാറിങ്ങനെ പാർക്ക് ചെയ്ത് വെച്ചേക്കാണ്. അവനും ഭയങ്കര ഹാപ്പിയായി. ഫുഡൊക്കെ കഴിച്ചിട്ടായിരുന്നല്ലോ കയറിയത്. അതുകൊണ്ട് അവനും വലിയ കുഴപ്പമൊന്നുമില്ലായിരുന്നു. നല്ല മഴയുള്ള ദിവസമായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് കാണാൻ ക്ലിയർ ആണോ എന്ന് എനിക്കറിയാൻ പാടില്ല. നല്ല വെള്ളപ്പൊക്കവും ഉണ്ട് അവിടെ. ആ പെട്രോൾ പമ്പ് ഫുള്ള് വെള്ളമായിരുന്നു കേട്ടോ. പിന്നെ ഒരു 10 മണിയാകുമ്പോഴത്തേക്കും മോൻ ഉറങ്ങിയേ. ബസ്സും നല്ല സൗകര്യമുള്ള ബസ്സാണ്. അതിൻ്റെ ഉൾഭാഗമാട്ടോ. കർട്ടനൊക്കെ മൂടിയാൽ നമുക്ക് നല്ല പ്രൈവസിയാണ്. AC കാര്യങ്ങളും എല്ലാം ഉണ്ട്. ഞാൻ കണ്ടതിൽ ചില ബസ്സുകളൊക്കെ AC ഇങ്ങനെ നേരെ നമ്മുടെ തലയുടെ പൊക്കത്തോട്ടോ. ഇത് നല്ല സൗകര്യം കേട്ടോ. റോഡിലേക്ക് ഞങ്ങൾ കാണാൻ സാധിക്കും. നല്ല ട്രാഫിക്കാണ് എല്ലാം. ഞാനും ഇങ്ങനെ ഇരിക്കുകയാണ്. ശരി, ലൈറ്റൊക്കെ ഓഫ് ചെയ്തിട്ട് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ച് ഞാനും ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കുകയാണ്. നാളെ ഞങ്ങളൊരു രാവിലെ ഒരു ഓൺ ടൈം ആണെങ്കിൽ ഞങ്ങളൊരു 7 മണിയൊക്കെ ആകുമ്പോഴത്തേക്കും എത്തും. അല്ലെങ്കിൽ ലേറ്റ് ആവും തോന്നുന്നു, കാരണം നല്ല ട്രാഫിക്കുണ്ട് മഴയൊക്കെ ഉള്ള കാരണം. അപ്പോൾ അത്രേ ഉള്ളൂ. നാളെ നമുക്ക് നാട്ടിൽ ചെന്നിട്ട് കാണാം. ടാറ്റാ, ബൈ ബൈ.